Hi all, welcome to Easy English. ഇംഗ്ലീഷ് സംസാരിക്കാൻ എഴുതാനും വൊക്കാബുലറി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ വേർഡ്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ആ മിസ്റ്റേക്ക് കൊണ്ട് തന്നെ ആ വാക്കുകൾ പഠിച്ചത് കൊണ്ടുള്ള ഗുണം എന്താണോ അത് നമുക്ക് കിട്ടാതെ പോകുന്നു. ഉദാഹരണത്തിന് നമ്മൾ തുടക്കക്കാരായ ആൾക്കാരൊക്കെ എന്താ ചെയ്യുക? ഇംഗ്ലീഷ് ടു മലയാളം ഡിക്ഷണറി അവരുടെ കയ്യിലുണ്ടാവും. ഓരോ വാക്കിങ്ങനെ പഠിക്കും, അതിൻ്റെ മലയാള അർത്ഥം പഠിക്കും. വാക്ക് ഇംഗ്ലീഷ് വേർഡ് പഠിക്കും, അതിൻ്റെ മലയാള അർത്ഥം പഠിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ അവരോട് ഇന്ന പെർട്ടിക്കുലർ വേർഡിൻ്റെ മലയാള അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് പറയാൻ കഴിയും. പക്ഷേ അത് വെച്ച് സംസാരിക്കാനോ ഒരു സെൻറ്റൻസ് എഴുതാനോ കഴിയില്ല. അതൊരു വലിയ പോരായ്മയാണ്. ഒരിക്കലും നമുക്ക് ആ ഒരു ഗുണം കിട്ടുന്നില്ലല്ലോ. ആ പെർട്ടിക്കുലർ വേർഡ് പഠിച്ചത് കൊണ്ടുള്ള ഗുണം നമുക്ക് കിട്ടുന്നില്ല. കാരണം എന്താ, നമ്മൾ ആ വേർഡ് ഇൻഡിവിജ്വലായി പഠിക്കുന്നു. വലിയൊരു മിസ്റ്റേക്കാണത്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു പ്രതിവിധി? ആ പെർട്ടിക്കുലർ വേർഡ് ഉൾക്കൊള്ളുന്ന ഒരു സെൻറ്റൻസ് പഠിക്കുക. ഒരു മുഴുവൻ സെൻറ്റൻസ് പഠിച്ച് കഴിയണം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ആ വാക്ക് ഉപയോഗിക്കാം സെൻറ്റൻസിൽ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ കാണാപ്പാഠം പഠിക്കണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ മനസ്സിൽ പറഞ്ഞു നോക്കുക പല തവണ ആ സെൻറ്റൻസ്. പിന്നെ നിങ്ങളുടേതായിട്ടുള്ള സെൻറ്റൻസിൽ ആ വാക്കുകൾ ഉൾപ്പെടുത്താൻ നോക്കുക, നിങ്ങൾ പുതുതായിട്ട് പഠിക്കുന്ന വാക്കുകൾ. അപ്പോൾ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു പെർട്ടിക്കുലർ വേർഡ് മാത്രം പഠിച്ച് നിങ്ങളുടെ ഇംഗ്ലീഷ് പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല. ആ വാക്ക് ഉൾക്കൊള്ളുന്ന ഹോൾ സെൻറ്റൻസ് തന്നെ നിങ്ങൾ പഠിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയുള്ളൂ. ഇനി ഒരു ഉദാഹരണത്തിലൂടെ ക്ലിയർ ആക്കി തരാം. ഇപ്പോൾ ഡിപ്പെൻഡ് എന്ന് പറയുന്നൊരു വാക്ക് പല ആൾക്കാർക്കും അറിയുന്നുണ്ടാവും. ആശ്രയിക്കുക മലയാളത്തിൽ പറയാം ഡിപ്പെൻഡ്. ഇപ്പോൾ നമ്മളിങ്ങനെ പഠിച്ചു പോയി, ഡിപ്പെൻഡ് ആശ്രയിക്കുക, ഡിപ്പെൻഡ് ആശ്രയിക്കുക, ഇങ്ങനെ പഠിച്ചു പോയ ഒരാൾക്ക് പക്ഷേ ഈ ഒരു ഡിപ്പെൻഡ് എന്നുള്ള വേർഡ് സെൻറ്റൻസിൽ ഉപയോഗിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞോളന്നില്ല. എന്താണ് കാരണം? ഈ ഡിപ്പെൻഡിന് ശേഷം ഒരു പ്രപ്പോസിഷൻ വരും ഇംഗ്ലീഷിൽ പലപ്പോഴും അങ്ങനെയുണ്ട്. പല വാക്കുകൾക്കും ശേഷം പെർട്ടിക്കുലർ പ്രപ്പോസിഷൻ വരും. അതങ്ങനെ തന്നെയാണ്, അതൊരു രീതിയാണ് ഇംഗ്ലീഷിൻ്റെ. അതൊന്നും ഇങ്ങനെ പഠിക്കുന്ന ആൾക്കാർക്ക് അറിയില്ല. ഇപ്പോൾ ഡിപ്പെൻഡ് കഴിഞ്ഞാൽ ഓൺ അല്ലെങ്കിൽ അപ്പോൺ എന്നീ രണ്ടിലേതെങ്കിലും ഒന്ന് പ്രപ്പോസിഷനാണ് വരിക. അപ്പോൾ ഒരു ജോലി ആകുന്നതിന് മുമ്പ് എന്താണ്, ഒരു ബോയ് എപ്പോഴും എന്താണ് ഡിപ്പെൻഡ് ചെയ്യുക? അവൻ്റെ ഫാമിലി, അതായത് അവൻ്റെ ഫാദറിനോടാണ് അല്ലേ. ഫാമിലി ഇൻകം അല്ലെങ്കിൽ ഫാദറിന് കിട്ടുന്ന ഇൻകത്തിനാണ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഹീ ഹ്യൂജ്ലി ഡിപ്പെൻഡ്സ് ഓൺ ഹിസ് ഫാമിലി എന്ന് പറയാൻ പറ്റും. ഹീ ഡിപ്പെൻഡ്സ് ഓൺ ഹിസ് ഫാമിലി. സാധാരണ അങ്ങനെയാണ് സംഭവിക്കാറുള്ളത്. ജോലി കിട്ടുന്നവരെ നമ്മളൊക്കെ എന്താണ് ഫാമിലിയോട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഹീ ഡിപ്പെൻഡ്സ് ഓൺ ഹിസ് ഫാമിലി എന്ന ഒരു സെൻറ്റൻസ് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആ ഒരു സെൻറ്റൻസിൽ എന്താണ്, ഡിപ്പെൻഡിന് ശേഷം ഓൺ എന്നുള്ള പ്രപ്പോസിഷനെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ പെർട്ടിക്കുലർ വേർഡ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ കഴിയില്ല, ഈ പ്രപ്പോസിഷന് നമ്മുടെ മനസ്സിലേക്ക് വരില്ല, അത് ഉപയോഗിക്കാൻ കഴിയില്ല. പിന്നെ ഡിപ്പെൻഡ് ഉള്ള വേർഡിന് പല പല രൂപങ്ങളുണ്ട് അല്ലേ. ഡിപ്പെൻഡഡ്, ഡിപ്പെൻസ്, എസ് ഫോം, അങ്ങനെ പല ഓരോ വേർബിനും ഉണ്ട്. അങ്ങനെ V1, V2, V3 അങ്ങനെ ING ഫോം ഉണ്ട്. അങ്ങനെ ഒരുപാട് ഫോംസ് ഉണ്ട്, എസ് ഫോം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഇതറിയാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്, ഒരു വാക്ക് മാത്രം പഠിക്കാതെ അതൊരു ഫുൾ സെൻറ്റൻസ് ആയിട്ട് പഠിക്കുക. തീർച്ചയായിട്ടും ആ വാക്ക് നിങ്ങൾക്ക് സെൻറ്റൻസ് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് ഫ്രണ്ട്സിലേക്ക് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.